ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വർ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പുരാതന ക്ഷേത്രങ്ങൾക്കും പേരുകേട്ടതാണ്. ഒഡീഷയിലെ ഭുവനേശ്വർ നഗരത്തിലെ പ്രസിദ്ധമായ ചരിത്രപരവും മതപരവുമായ അടയാളങ്ങളിലൊന്നാണ് ലിംഗരാജ് ക്ഷേത്രം. 11ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ പ്രമുഖ ഹിന്ദു ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ്. പ്രതിവർഷം കോടിക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ലിംഗരാജനെ ആരാധിക്കാൻ ഇപ്പോഴും ഒത്തുകൂടുന്നത്. ലോക പ്രശസ്ത ചരിത്രകാരനായ ജെയിംസ് ഫെർഗൂസൺ ഈ ക്ഷേത്രത്തെ ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഭുവനേശ്വറിൽ ഒരു സാംസ്കാരിക അനുഭവം ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ഗംഭീരമായ ക്ഷേത്രം. ഒഡീഷയിലെ ഭുവനേശ്വറിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ലിംഗരാജ ക്ഷേത്രം. 11ാം നൂറ്റാണ്ടിലെ ഈ ക്ഷേത്രം സോമവംശി രാജവംശത്തിന്റെ കാലത്താണ് നിർമ്മിച്ചത് എന്നതിനാൽ കലിംഗ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണിത്. സങ്കീർണമായ കൊത്തുപണികൾ, ഉയർന്ന ശിഖരങ്ങൾ, ആകർഷണീയമായ ശില്പങ്ങൾ എന്നിവ പുരാതന കരകൗശല വിദഗ്ധരുടെ വൈദഗ്ധ്യത്തെ ചിത്രീകരിക്കുന്നു. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഹിന്ദുക്കളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. മതപരമായ വലിയ പ്രാധാന്യമുള്ള ലിംഗരാജ ക്ഷേത്രം രാജ്യത്തുടനീളമുള്ള ഭക്തരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. അസംബ്ലി ഹാൾ, പൂമുഖം, ശിഖരം എന്നിങ്ങനെ വ്യത്യസ്തമായ സവിശേഷതകളാൽ നിർവചിക്കപ്പെട്ടിരിക്കുന്ന ലിംഗരാജ ക്ഷേത്രം കലിംഗ വാസ്തുവിദ്യയുടെ അത്ഭുതമാണ്. ക്ഷേത്ര സമുച്ചയത്തിനു ചുറ്റും നിരവധി ചെറിയ ആരാധനാലയങ്ങളും ഹാളുകളുമുണ്ട് എന്നതുകൂടാതെ ഓരോന്നും ഈ സമുച്ചയത്തിന്റെ മൊത്തത്തിലുള്ള മഹത്വത്തിന് സംഭാവന നൽകുന്നു. നമ്മൾ ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കുമ്പോൾ അതിമനോഹരമായ ശില്പങ്ങളും സങ്കീർണമായ കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ച ഒരു കൂറ്റൻ കവാടം നമ്മളെ സ്വാഗതം ചെയ്യുന്നു. ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ 6ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്നും 11ാം നൂറ്റാണ്ടിൽ പുതുക്കി പണിഞ്ഞതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. പ്രധാന ഹിന്ദു ഗ്രന്ഥമായ ബ്രഹ്മപുരാണത്തിലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ഈ ക്ഷേത്രം പണിയുന്ന സമയത്താണ് ജഗന്നാഥ ആരാധനാക്രമം രൂപപ്പെടാൻ തുടങ്ങിയതെന്നും വിശ്വസിക്കപ്പെടുന്നു. കലിംഗ പാരമ്പര്യത്തിൽ ചെങ്കല്ലും ലാറ്ററൈറ്റും ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ ദേവന്മാരെയും ദേവതകളെയും ആരാധിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന നിരവധി ചെറിയ ക്ഷേത്രങ്ങൾ നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ കാണാൻ സാധിക്കും. അതോടൊപ്പം 7ാം നൂറ്റാണ്ടിലെ പുരാതന ഗ്രന്ഥങ്ങളും ഈ ക്ഷേത്ര ചുവരുകളിൽ കൊത്തിയെടുത്തിരിക്കുന്നു. കലിംഗ വാസ്തുവിദ്യയുടെ തനതായ രൂപമായ സോംവംശി ക്ഷേത്ര വാസ്തുവിദ്യ ലിംഗരാജ ക്ഷേത്രത്തിനുള്ളിലെ എല്ലാ പ്രധാന ഘടകങ്ങളിലും പ്രതിഫലിക്കുന്നു. സാധാരണഗതിയിൽ കലിംഗ വാസ്തുവിദ്യ എന്നത് ഒഡീഷയിൽ ദൃശ്യമാകുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച പുരാതന ക്ഷേത്ര വാസ്തുവിദ്യയിലൊന്നാണ്. കലിംഗ വാസ്തുവിദ്യ എന്നത് ഒഡീഷയിൽ ദൃശ്യമാകുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച പുരാതന ക്ഷേത്ര വാസ്തുവിദ്യയിലൊന്നാണ്. കിഴക്ക് പടിഞ്ഞാറ് അച്ചുതണ്ടിൽ നിർമ്മിക്കുന്ന 4 വ്യത്യസ്ത തരം ഘടനകളുടെ സംയോജനമായി ഈ വാസ്തുവിദ്യയെ ഡ്യൂല ശൈലി എന്നും അറിയപ്പെടുന്നു. ക്ഷേത്ര പരിസരത്ത് ഹിന്ദു ഭക്തർക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ എന്നതിനാൽ ബ്രിട്ടീഷ് വൈസ്രോയ് കഴ്സൺ പ്രഭു ക്ഷേത്ര ദർശനവേദി നിർമ്മിക്കാൻ ഉത്തരവിട്ടിരുന്നു. ഹിന്ദു ഇതര വിനോദസഞ്ചാരികൾക്ക് ഇവിടെ നിന്ന് ഒഡീഷയിലെ ഏറ്റവും പഴക്കമേറിയ ചരിത്ര നിർമ്മിതികളിലൊന്ന് സന്ദർശിക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്താം. ക്ഷേത്രത്തിന്റെ വടക്കേ കവാടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതുകൂടാതെ ഹിന്ദു ഇതര വിനോദസഞ്ചാരികളുടെ ഏറ്റവും മികച്ച വ്യൂ പോയിന്റാണിത്. കഴ്സൺ മണ്ഡപം അല്ലെങ്കിൽ ലോർഡ് കഴ്സൺ വ്യൂയിംഗ് ടവർ എന്നും ഈ പ്ലാറ്റ്ഫോം അറിയപ്പെടുന്നു. ശിവന്റെ അനുഗ്രഹം തേടിയെത്തുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്ന വാർഷിക ശിവരാത്രി ഉത്സവം വളരെ ആഡംബരത്തോടെയും ആവേശത്തോടെയും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ആത്മീയാനന്ദം ആസ്വദിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തർ എത്തുന്നു എന്നതിനാൽ ഈ ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നായി മാറുന്നു.